സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ച കോഴിക്കോട്ട് എഴുത്തുകാർക്ക് പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയുമായി സേവ് ഗ്രീൻ അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പരിപാടികളിൽ പുസ്തകങ്ങൾ സമ്മാനമായി നൽകും. മാസത്തിൽ ഒരു ദിവസം സഹകരണ സായാഹ്നവും സംഘടിപ്പിക്കും. കോഴിക്കോട് ലോക സാഹിത്യ ഭൂപടത്തിൽ സ്ഥാനം പിടിക്കുമ്പോൾ ഇവിടുത്തെ എഴുത്തുകാർക്കും വായനക്കാർക്കും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കുമെല്ലാം മനസ്സ് തുറന്ന് ഹൃദയാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സഹകരണ സായാഹ്നം ഒത്തുചേരലിലൂടെ സാധിക്കും. സേവ് ഗ്രീൻ ഓഫീസിൽ നടന്ന സഹകരണ സായാഹ്നം ഒത്തുചേരലിൻ്റെ ഉദ്ഘാടനം കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അക്ഷരമധുരം എന്ന പേരിൽ ഒരുക്കിയ കേക്ക് മുറിച്ച് കവിയും ഗാനരചയിതാവുമായ പി.കെ. ഗോപിക്ക് നൽകി നിർവഹിച്ചു. അതൊരു മാതൃകയായി അത്തരം പ്രവർത്തനം നടത്തുന്നവരുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് വളരെ അഭിമാനകരമായിട്ടാണ് ഈ കാലയളവിൽ സേവ് ഗ്രീൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ നോക്കിയത്. സേവ് ഗ്രീന് എപ്പോഴും എൻ്റേത് കൂടിയായ ഒരു സ്ഥാപനമായി ഞാൻ കാണാറുണ്ട്. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പി. അനിൽ എഴുതിയ സ്വർണ്ണമീനും സുന്ദരി പൂമ്പാറ്റയും എന്ന ബാലസാഹിത്യകൃതി ചടങ്ങിൽ എം മെഹബൂബിന് കൈമാറി. കോഴിക്കോട് നഗരം, നമ്മൾ ജീവിക്കുന്ന നഗരം ലോകത്തിൻ്റെ സാഹിത്യ ഭൂപടത്തിൽ അടയാളപ്പെട്ട് കഴിഞ്ഞിരുന്ന സാക്ഷ്യം. ബഹുമാന്യനായ മേയർ അവിടെ പോയി അത് ആ വിപുലമായ സമ്മേളനത്തിൽ ദേശാഭിമാനി ബ്യൂറോ ചീഫ് പി.വി. ജിജോ, അസിസ്റ്റന്റ് ഡയറക്ടർ കേരള ഹെൽത്ത് സർവീസ് ഡോക്ടർ പ്രമോദ് പി, കവി ശ്രീരമ ശ്രീജിത്ത്, ലൂമിനസ് മുരളീധരൻ, അപ്പെക്സ് ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ സിന്ധു എം.പി, വിദ്യാനികേതൻ കോളേജ് പ്രിൻസിപ്പൽ ബിന്ദു എൻ, റോട്ടറി കാലിക്കറ്റ് സൗത്ത് പ്രസിഡന്റ് പി.സി.കെ. രാജൻ, ലയൺസ് പ്രസിഡന്റ് ഗോപാലൻ എ.കെ., സേവ് ഗ്രീൻ പ്രസിഡന്റ് എം.പി. റജുൽ കുമാർ, സെക്രട്ടറി രാഗി രാജൻ, ഡയറക്ടർമാരായ പി.പി. മുകുന്ദൻ, ഐസക് ഡാനിയൽ, സജിത പ്രദീപ്, ടി.കെ. ബിബി കുമാർ, രാമചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.